ചിന്ത ഐ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താണ് ഇത്ര അടുത്തിരുന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ആയ കാരണം സൗണ്ട് ഇത്തിരി കമ്മിയാണ്. സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇത്ര അടുത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായി എനിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്. ശനിയാഴ്ച കിട്ടിയത്, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയായി. കുറവുണ്ട്, എന്നാലും ഇടയ്ക്ക് ഇപ്പം ഇന്ന് ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്ന് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതൊന്നല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സെപ്റ്റംബർ 9 എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചേച്ചി. അപ്പോൾ എല്ലാവരും ചേച്ചിനൊന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ. ചേച്ചിക്ക് ഒരു സന്തോഷവും. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റും കാര്യങ്ങളായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേലയും കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുകയായിരുന്നു. ആ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലമാണ് എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയി ഞാൻ ജോലിക്കൊക്കെ കയറി തുടങ്ങിയത്. പക്ഷെ ജോലി കയറിയ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. ചേച്ചി ഗൾഫിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്തും ചേച്ചിക്ക് എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ചേച്ചിക്ക് ഇതുവരെയും ബർത്ത്ഡേക്ക് ഗിഫ്റ്റും കാര്യങ്ങളായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അമ്മ കൊടുക്കും, അല്ലാണ്ട് ഞാനായിട്ട് ഇതുവരെ കൊടുക്കണം. എനിക്ക് പ്രായമായിട്ടൊന്നും ഇല്ല അങ്ങനെ അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബർത്ത്ഡേ നമുക്കൊന്ന് ഗിഫ്റ്റും കാര്യങ്ങളായിട്ട് കൊടുക്കാം, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനൊരു ഓഗസ്റ്റ് ഒരു 26-ന് 27-ന് അങ്ങോട്ട് ഞാനത് ചേട്ടനെ മെസ്സേജ് അയച്ചു. ചേട്ടാ സെപ്റ്റംബർ 9 ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. കസിൻ ചേട്ടൻ തന്നെയാണ് കേട്ടോ. കസിൻ ചേട്ടനെ മെസ്സേജ് അയച്ചു. അപ്പോൾ നാടി പറയുകയെന്ന് പറഞ്ഞു. അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു സെപ്റ്റംബർ 9-ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആക്കണമല്ലോ, എന്താ ചെയ്യാം, പറ്റുമോ ചോദിച്ചു. ചേട്ടനെ പറ്റുമോ ചോദിച്ചു. ആടി ഞാൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ സെറ്റ്. നമുക്കൊരു കേക്ക് വേണം. അതിപ്പോൾ അവർ വീട്ടുകാർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ കേക്ക് വരണം, അത് ഏതായാലും കുഴപ്പമില്ല. എനിക്ക് കേക്കിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഇന്നതൊന്നുമില്ല. ചേട്ടന് ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കേക്ക് ഓർഡർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്, ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ചേച്ചി ഞാനും അമ്മയും നിൽക്കണ ഒരു ഫോട്ടോ കൊടുക്കാം. പിന്നെ ഞാൻ വെച്ചാൽ എന്തിനിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ചേച്ചിയുടെ ബർത്ത്ഡേ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ ആവശ്യമില്ലല്ലോ, ചേച്ചി മാത്രം മതിയല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം അത്യാവശ്യം വലിപ്പത്തിന്, അത് ഭയങ്കര വലിപ്പമാവും വേണ്ട, എന്നാലും ഭയങ്കര ചെറുതാവും വേണ്ട എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സൈസിലൊരു ഫോട്ടോ ഫ്രെയിമും നമുക്ക് സെറ്റാക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് പിന്നെ ചേച്ചിക്ക് അത്യാവശ്യമായിട്ട്, ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, വേറെ എന്തോ പരിപാടി ആയിക്കോട്ടെ, നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഉപകാരപ്പെട്ടതായിട്ട് വേണമല്ലോ കൊടുക്കാൻ. വെറുതെ എന്താ പറയുക, ആർക്കും വേണ്ടി കൊടുക്കണേക്കാൾ നല്ലതല്ല, ഒരാൾക്ക് ഉപകാരപ്പെട്ടതായിട്ട് കൊടുക്കുമ്പോൾ അത് അവർക്കായാലോ എനിക്കിത് ഭയങ്കര ഉപകാരപ്പെട്ട സംഭവമാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ചേച്ചിക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഡ്രസ്സ് മേടിച്ച് കൊടുക്കണ്ട, അപ്പോൾ പിന്നെ ഞാനായിട്ട് ഡ്രസ്സ് മേടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ഒരു അറിവിൽ. അങ്ങനെ ആലോചിച്ചു. ഇപ്പോൾ ഞാനായാലും ചേച്ചിയായാലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലുള്ള അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ട്രൈപോഡ്. ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടും. നമ്മുടെ ഫോൺ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കിയത് തോന്നുന്നു അതായിരിക്കും മേ ബി ചേച്ചിക്ക് അത്യാവശ്യം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞു നമുക്കൊരു ട്രൈപോഡ് മേടിക്കാം. പക്ഷേ ചേച്ചിക്ക് അത് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചേച്ചി ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കമ്മിയാണ് എടുക്കണത്. ഇപ്പോൾ ജോലിക്ക് പോണ കാരണം ചേച്ചി ഇപ്പോൾ ഓഗസ്റ്റ് 1 തൊട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുവരെ ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോയ പിന്നെ ചേച്ചിക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്
അത് ചേച്ചിക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു ട്രൈപോഡ് മേടിക്കാം. ഒരു സ്റ്റാൻഡ് മാത്രം, മീൻസ് ലൈറ്റും കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഗ്യാസ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതോടെ ഞാനിങ്ങനെ കാണിക്കുന്നത്. ലൈറ്റും കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ ഒരു ട്രൈപോഡ് മാത്രമായിട്ടുള്ള ഒരു സെറ്റ് മേടിക്കാം. ആദ്യം ഞാൻ വിചാരിച്ചു ഓൺലൈൻ മേടിച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഓൺലൈൻ മേടിക്കണതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഓൺലൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിംഗ് ലൈറ്റൊക്കെ വരണ ടൈം കേട്ടോ. ഇപ്പോഴൊന്നല്ല, എനിക്ക് തോന്നുന്നു 21-ലാന്ന് തോന്നുന്നു. 21-ൽ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതായ സമയം. എനിക്ക് ആ ഒരു ടൈമാന്ന് തോന്നുന്നു. ആ ടൈമിൽ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ അങ്ങനെ എന്തോ മേടിക്കുക ചെയ്തത്. ഞാനല്ല കേട്ടോ, ചേച്ചി മേടിച്ചത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ ഉപകാരപ്പെട്ടില്ല കേട്ടോ. അത് ഫോൺ മര്യാദയ്ക്ക് നിൽക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വെച്ചു ഓൺലൈൻ മേടിക്കണത് അത്ര അത് ശരിയാവില്ല, നമുക്ക് കടയിൽ പോയിട്ട് തന്നെ മേടിക്കാം. പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ കടയിൽ പോയിട്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ടൈമിൽ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരാളുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ചേട്ടനെ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ്റെ വീട് അവിടെ അടുത്താണ്, വല്യമ്മയുടെ മോനാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാനപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിന്നു കേട്ടോ. ചേച്ചി ഇപ്പോൾ വീഡിയോ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതലും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ തന്നെ ആരുടെയും ഹെൽപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പറയും ഫോണൊന്ന് പിടിക്കും, കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഒരു അവസരം എനിക്കതിലും വന്നിട്ടുണ്ട്, ചേച്ചിക്കതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ആവശ്യം ഇല്ലാതെ തന്നെ നമുക്കൊരു ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ട്രൈപോഡ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും ചേച്ചിയുടെ റിയാക്ഷനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് സെപ്റ്റംബർ 9, ഇന്നും ഉച്ചയായിട്ടുള്ളൂ. അപ്പോൾ ചേട്ടനോട് ഇന്നലെ ചോദിച്ചു എപ്പോഴാണ് ഇത് കൊടുക്കണ്ടേന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇന്നലെ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഞാൻ ഇതുവരെ ഒരു ക്ലൂവും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചേട്ടനെ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടനെ വിളിക്കുന്നുണ്ട്, വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ചേച്ചി ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ മുത്തുചേട്ടനെ വിളിച്ച് സംസാരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചേച്ചി ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് അറിയാത്ത ഭാവത്തിലാണ് ഞാൻ എന്താ ചേച്ചി പരിപാടി, ബർത്ത്ഡേക്ക് എന്താ പരിപാടി, അവിടെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളുണ്ടോ, അപ്പോൾ ഇല്ലടിയോ വലിയ പരിപാടിയൊന്നും ഇല്ല, ജോലിക്ക് പോകണം വരണം അതിനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി എനിക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അല്ല, ചേട്ടനായിട്ട് എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ട് ഗിഫ്റ്റും കാര്യങ്ങളും ഇതുവരെയും കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് എഫേർട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ആ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഈ ഒരു ബർത്ത്ഡേക്ക് ഞാനത് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്താട്ടോ പറഞ്ഞത്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ചേച്ചിക്ക് ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് കൊടുക്കാം, പ്രശ്നമില്ല. അങ്ങനെ ചേട്ടൻ വഴിയാണ് കേട്ടോ എനിക്ക് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലാണ്ട് എൻ്റെ ഇത് വെച്ചോണ്ടല്ല ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം കേട്ടോ. എവിടെ നിന്ന് മേടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അതിലിടാം. ഇനിയിപ്പോൾ നമുക്ക് കേക്കും കാര്യങ്ങളും സെറ്റ് ആവാനുള്ള. അപ്പോൾ ഇന്നലെ തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞു, മുത്തുചേട്ടനോട് പറഞ്ഞു കേക്കിൻ്റെ കാര്യങ്ങൾ നീ ഒന്ന് ഓർമ്മിപ്പിച്ചോളാം, മോർണിംഗും അതുപോലെ തന്നെ ഉച്ചയ്ക്കും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഇന്ന് എന്താ പറയുക ഡോക്ടറെ കാണിക്കണം, ചെക്കപ്പുള്ള ദിവസം ആയതുകൊണ്ടും ഞാൻ കാര്യം പറയാൻ വിട്ടു. എന്നിട്ട് ഞാൻ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇവിടെ ഇരിക്കുന്ന സമയത്താണ്, ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ചേട്ടനെ മെസ്സേജ് ചേട്ടാ കേക്ക് കിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറന്നു അത് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ ഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ച ആള് എപ്പോഴാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ സൗകര്യം പോലെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചോ. അവർക്കിപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു പനമുക്കുന്നു 5-10 മിനിറ്റ് ഉള്ള അവരുടെ വീട്ടിലേക്ക് കോടന്നൂർക്ക്. എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ആൾക്കാർക്ക് ഏകദേശം അറിയായിരിക്കും. ഏതൊരു വളവ് തിരിഞ്ഞാൽ കോടന്നൂർ, ഏതൊരു വളവ് തിരിഞ്ഞ പനമുക്കാണ്, അങ്ങനെ എനിക്കറിയാലുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ന് ഈവനിങ് പോയിട്ട് കൊടുക്കും. ചേച്ചി
അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു 6 മണിയാകുമ്പോഴാണ് ചേച്ചി എത്തുള്ളൂ, അതിന് മുന്നേ എത്തില്ല. കാരണം 5:30 വരെയാണ് ചേച്ചിക്ക് ടൈം, വർക്കിംഗ് ടൈം 5:30 വരെയാണ്. ഒരു 20 മിനിറ്റ് അങ്ങോട്ട് ഉണ്ട്. അവിടെ നിന്ന് ഒല്ലൂരാണ് ചേച്ചി വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ഉണ്ട് ചേച്ചിക്ക് ഒല്ലൂരിൽ നിന്ന് കോടന്നൂർക്ക്. അപ്പോൾ വണ്ടിയിലാണ് വരുന്നത്, സ്കൂട്ടിയിലാണ് കേട്ടോ, അല്ലാണ്ട് ബസ്സിലൊന്നുമല്ല. സ്കൂട്ടിയിൽ വരുമ്പോൾ ഒരു 20 മിനിറ്റ് ഉണ്ട്. ബസ്സിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചേച്ചി എൻ്റെ ഒരു അറിവിൽ ചേച്ചി പറഞ്ഞിട്ടുള്ളത് 6 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ ജോലി കഴിഞ്ഞ് എത്തുന്നത് 6 മണിക്കാണ്. അപ്പോൾ ചേട്ടൻ ആ ഒരു ടൈം നോക്കി പോയാൽ മതി. ഇപ്പോൾ ചേട്ടൻ്റെ വർക്കും കാര്യങ്ങളും എപ്പോഴാണ് കഴിയുക? ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ചേട്ടൻ്റെ വർക്ക്. ചേട്ടൻ പൂങ്കുന്നത്താണ് വർക്ക് ചെയ്യണത് കേട്ടോ, പൂങ്കുന്നത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ചേട്ടൻ പോണ വഴിക്കാണോ കൊടുക്കുന്നത്, വീട്ടിൽ പോയിട്ട് സാധനം എടുത്തിട്ടാണോ കൊടുക്കണതെന്നൊന്നും എനിക്കറിയില്ല. അതിനെ പറ്റിയിട്ട് ഒരു കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എത്രത്തോളം ചേട്ടൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ചെറിയൊരു ക്ലിപ്പും കാര്യങ്ങളും എനിക്ക് മറ്റേ സ്റ്റാൻഡിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റേ ഫോട്ടോ ഫ്രെയിമിൻ്റെയും എനിക്ക് ക്ലിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കേക്ക് ഏതാ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ചേച്ചിക്ക് കൊടുക്കണ കാര്യങ്ങളൊക്കെ എടുത്തോളാം. എനിക്ക് ചേച്ചിയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ചേച്ചി എന്നിൽ നിന്ന് ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചാൻസ് അതാണ്. ഇപ്പോൾ ഇന്നലെ വരുമ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് ചേച്ചി എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ചേച്ചിയുടെ അപ്പോൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ വഴിയെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് കാണണം. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇത്തിരി ഭയങ്കര സ്പീഡിലായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഇത് കണ്ടു ഞാൻ. കണ്ടതല്ല, എന്നോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വീഡിയോ ചെയ്യണത് ഇത്തിരി നീ ഭയങ്കര സ്പീഡിലാണ് നീ സംസാരിക്കുന്നത്, സ്പീഡ് കുറച്ച് നീ സംസാരിക്കുന്നു, ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ടോ. എനിക്കറിയില്ല, എൻ്റെ ടോൺ അതാണ്. ഇത് ഇത്തിരി സ്പീഡിൽ സംസാരിച്ചെനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാർക്ക് ഇത്തിരി സ്പീഡിൽ സംസാരിച്ചിട്ടാ ശീലം എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നത് ഞാനിങ്ങനെ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത്. ഇനിവേ ഞാൻ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കിതയ്ക്കുന്നത് ഇത്ര സ്പീഡിൽ സംസാരിച്ച കാരണം തോന്നുന്നു കേട്ടോ ഞാൻ കിതയ്ക്കുന്നത്. പിന്നെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പിന്നെ ബർത്ത്ഡേ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എല്ലാവരും എൻ്റെ ചേച്ചിനെ ഒന്ന് വിഷ് ചെയ്തോളൂ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറഞ്ഞിട്ട് വിഷ് ചെയ്തോളൂ, മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ബർത്ത്ഡേക്ക് മുന്നായിട്ട് തന്നെ ചേച്ചിക്ക് ഗിഫ്റ്റ് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടോപ്പായിരുന്നു. അതിനിപ്പം നമ്മുടെ ഉണ്ണിക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പട്ടുപാവാട നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓണൊക്കെയാണ് വരുന്നത്, സെപ്റ്റംബർ 15-ാം തീയതി ഓണൊക്കെയല്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ നാട്ടിലത്തെ ഫസ്റ്റ് ഓണമാണ് കേട്ടോ. ഫസ്റ്റത്തെ ഓണം നമ്മൾ ഗൾഫിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പട്ടുപാവാടയും അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള വളയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് അമ്മ മേടിച്ചിട്ടുള്ള ടോപ്പ് ഇതാണ് കേട്ടോ. ഇതൊരു മുന്തിരി കളറാണ്, കയ്യിൽ നെറ്റ് വരുന്ന ഒരു ടൈപ്പ് കേട്ടോ. ഈ ഒരു ഫ്രെയിം ആർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫ്രെയിം മേടിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ ഫോട്ടോ, അത് തൃശ്ശൂരുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഒരു സാരിയുടെ പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് മേടിച്ചിട്ടുള്ളത് അതും തൃശ്ശൂർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡ് മേടിച്ചിട്ടുള്ളത്, മറ്റേ ഫോൺ സ്റ്റാൻഡ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ അമ്മ ചേച്ചിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അന്നത്തെ ദിവസം ചേച്ചി പോയത് കേട്ടോ. ഏഞ്ചലേ എന്നാ അകത്ത് കയറാം, നീ ഇത് പിടിക്ക്. നിന്റെ അനിയത്തി എനിക്ക് കൊണ്ടുവന്ന പിന്നെ എൻ്റെ അനിയത്തിയാ. ഓക്കെ, സെറ്റല്ലേ? എന്താ എനിക്ക് അനിയത്തി ഉണ്ടോ? നിനക്കല്ല അനിയത്തിയുള്ളത്. നിന്നെ അവൾ കുറേ വിളിക്കണു എന്നൊക്കെ പറയുന്നു. ആ സൂപ്പറായി. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ റിയാക്ഷൻ കണ്ടുല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫ്രെയിം പൊട്ടിക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ സ്റ്റാൻഡ് പൊട്ടിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ.
ആരാ ചിന്ത ഐ ആ അത് വേറൊരു സാധനം കൂടി ഉണ്ടാവല്ലോ ആ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പോൾ നമ്മുടെ മിയക്കുട്ടി അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കുട്ടിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്താ ഇവിടെ നടക്കുന്നത്, കേക്ക് കൊണ്ടുവരുന്നു, ഇതൊക്കെ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്, കുട്ടി കൈയടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് കേക്ക് കട്ട് ചെയ്യണ സമയത്ത് അവിടെ അമൽച്ചേട്ടൻ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ കാര്യം. കേക്ക് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, അവിടെ തന്നെ അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കേക്കും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ വരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോഴേക്കും സിബിൻ ചേട്ടൻ വന്നിട്ട് ചേച്ചിക്ക് കേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേക്കും ഒരു സ്ഥലത്തു നിന്നാണ് മേടിച്ചതെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഫ്ലേവർ മാത്രമേ വ്യത്യാസമുള്ളൂ, ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ് കേട്ടോ. ചേച്ചിയുടെ പിസ്തയാണെങ്കിൽ അത് മാംഗോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, യെല്ലോ കളറിലാണ് കണ്ടത്. അത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടും ഒരേപോലെയായിരുന്നു കേക്ക് കേട്ടോ. ചേട്ടൻ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചതെന്നാണ് പറഞ്ഞത്, കോടന്നൂരിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതെന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് പിസ്ത ഫ്ലേവർ, അത് യെല്ലോ കളറിലാണ്. ഏതാ ഫ്ലേവറും കാര്യങ്ങളും ഏതാണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ എന്താ പറയുക, എഴുതിയിട്ടുള്ളത് പോലും ആ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ സംഭവം എങ്ങനെയോ മാച്ചിങ് ആയിട്ട് വന്നു കേട്ടോ. അതിൽ ഭയങ്കര ചേച്ചിക്ക് ഒന്നും മനസ്സിലാവണില്ല, ഇതിനിപ്പോൾ 2 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണോ അതാക്കിയിട്ടുള്ളത്, അങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അമൽച്ചേട്ടൻ്റെ കേക്കും കാര്യങ്ങളെത്തി. പിന്നെ ഞാൻ അതിൽ അമൽച്ചേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ വൈഫെന്നും എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്നാണ് കേട്ടോ. അങ്ങനെ നേരെ എനിക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകണത് കേട്ടോ. അപ്പോൾ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൊപ്പി വെച്ചത് പിന്നെ ചൂരി വെച്ചു കേട്ടോ. തൊപ്പി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മിയക്കുട്ടിയും ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കണുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചേച്ചി എന്താ പറയുക, ഈ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അനീത്തി തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുത്തുചേട്ടൻ കയറി വരുന്നത്.
ഞാൻ ആകെ ഒരു ഷോക്കായി പോയി. അവൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യേ, ഞാൻ 2 ദിവസം അവിടെ വന്ന് നിന്നതാണല്ലോ, എന്നിട്ട് എന്താ ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പരിഭവങ്ങൾ കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. എനിക്ക് ഇതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എനിക്ക് തോന്നുന്നു 2023 വരെ, കഴിഞ്ഞ കൊല്ലം വരെ ചേച്ചിയും അമൽച്ചേട്ടനും കൂടിയിട്ട് എൻ്റെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല. എന്താ പറയുക, ഈ ഒരു കൊല്ലം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിഷമവും കാര്യങ്ങളില്ല. ചേച്ചിയുടെ മനസ്സിൽ ഇതാണ് കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ആലോചിച്ച് പോലും ഇല്ലല്ലോ ഈ ഒരു സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ച് പോലും ഇല്ലല്ലോ എന്ന് ചേച്ചി പറഞ്ഞു എന്ന് അമ്മ എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് അതിലൊരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കൊല്ലം വരെ എനിക്ക് ചേച്ചിയും അതുപോലെ തന്നെ അമൽച്ചേട്ടനും ചെയ്തത് കൊണ്ട്, ഈ ഒരു എന്താ പറയുക 2024 ചേച്ചിയുടെ ബർത്ത്ഡേ എനിക്കൊരു എന്താ പറയുക, എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. ഇതുവരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതൊന്നും ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചേച്ചിക്ക് ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ, കാരണം എനിക്ക് ആ ഒരു എന്താ പറയുക കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൊല്ലം ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി, ഓരോ എന്താ പറയുക ഓഗസ്റ്റ് 26, 27 ആ ഒരു ടൈം തൊട്ട് ഞാൻ ചേട്ടനെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ചേട്ടാ അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യണം കേട്ടോ, കറക്റ്റ് ഈ ഒരു ഇതിൽ ചെയ്താൽ മതി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശേട്ടൻ കറക്റ്റ് നേരത്തിന് എത്തിയതായിരുന്നു. ഒരു 7 മണി ആ ഒരു ടൈമോട് കൂടിയിട്ട് അവിടെ എത്തിയതായിരുന്നു. പക്ഷെ നമ്മുടെ ആൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചേച്ചീനെ ഒരു 10-15 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണും. ചേച്ചി എന്തെങ്കിലും ഒരു നമുക്കൊന്ന് ഇത് അറിയിക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയാം അന്നത്തെ ദിവസം. പക്ഷേ ചേച്ചി ഫോൺ എടുക്കണ്ടായിരുന്നില്ല. ചേച്ചി എന്തോ ഫോണ് മുകളിലെന്തോ ചാർജ് ചെയ്യാൻ വെക്കുക അങ്ങനെ എന്തോ ആയിരുന്നു, ചെയ്ത് വെച്ചോക്കായിരുന്നു. അപ്പം ഞാൻ ഡാഡിയുടെ ഫോണിലേക്ക് വിളിച്ചു, മമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു, ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. പിന്നെ അവിടെ ഷാനിയും കാര്യങ്ങളൊക്കെ അവരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് വിളിക്കുമായിരുന്നു. അവരുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരുടെ ഫോണിലേക്കും വിളിച്ചിട്ട് ആരും പോലും ഫോൺ എടുക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്നും നോക്കണ്ട, നേരെ ക്യാമറ ഓൺ ആക്കിയിട്ട് നേരെ പൊയ്ക്കോ, എന്നിട്ട് നമുക്ക് റിയാക്ഷൻ നമുക്ക് കാണാം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വന്നാൽ ശരി അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ നടക്കില്ലേ. ഞാൻ ഒരു 10-15 മിനിറ്റ് നേരം ചേട്ടൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ വീട് ഇത്തിരി കയറി നിൽക്കണ കാരണം അടിയിൽ ഇപ്പോൾ റോട്ടിൽ നിൽക്കുമ്പോൾ റോട്ടിൽ വല്ലവരും നിൽക്കണത് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു എന്ന് വരില്ല. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചിട്ടുമില്ല. ഇവരിപ്പോൾ എപ്പോഴും പുറത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർ ശ്രദ്ധിച്ചിട്ടുമില്ല. ഇപ്പോൾ ഡാഡിയും മമ്മിയും ചേച്ചിയും അപ്പം എന്നോട് പറഞ്ഞു, ഡി ചേച്ചിയടി അവരൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവരെന്നെ കാണുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും നോക്കണ്ട, നേരെ കയറി പൊക്കോന്ന് പറഞ്ഞു, ക്യാമറ ഓണാക്കാൻ നേരെ പോയിക്കോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ചേട്ടൻ പോയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ചേച്ചി ഹാപ്പിയാണ്. ചേച്ചി ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിലല്ല, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ചേച്ചിക്ക് ഇത് ചെയ്തൂലോ എന്നുള്ളതിലാണ് ചേച്ചി ഹാപ്പി. പിന്നെ എന്താ പറയുക, ഒരു ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉപകാരപ്പെട്ടതായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തത് ചേച്ചിക്ക് ഉപകാരപ്പെട്ടതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേച്ചി പറഞ്ഞു, നല്ലതാടി, ഞാൻ ചേച്ചിയുടെ റിയാക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചിക്ക് അതൊരു ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് എന്നും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ തന്നെ എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മുത്തശ്ശേട്ടനെയും മാത്രമേ ഈ ഒരു സംഭവം അറിയുള്ളൂ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് എന്താ പറയുക ഡ്രസ്സ് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറൊരു ക്ലൂവും കാര്യങ്ങളൊന്നും ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മുത്തശ്ശേട്ടനും മാത്രമേ ഈ ഒരു സംഭവം അറിയുള്ളൂ. വേറെ ഒരാൾക്ക് പോലും ഇതിനെ വെച്ചിട്ട് ഒരു ക്ലൂ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമൽച്ചേട്ടനായിക്കോട്ടെ, അമൽച്ചേട്ടനും എന്താ പറയുക, ചേച്ചി പറഞ്ഞു അമൽച്ചേട്ടനും ഷോക്കായിടി, അഖിൽ ചെയ്യേ എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അമൽച്ചേട്ടനും ഇതായി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു ബർത്ത്ഡേ വിഷ് അല്ലെങ്കിൽ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 9 നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണെന്ന് ഞാൻ ഇതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 9 ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തൊട്ട് പിന്നാലെ തന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട്, ഒരു ഡേയും കൂടിയാണ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.